PR കൊണ്ട് മാത്രമാണ് എന്നാണോ ചേച്ചി വിശ്വസിക്കുന്നത്? PR കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PR കൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നത്. കാരണം അനുമോൾ അവിടെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോൾ പ്ലേ ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന, ഞങ്ങൾ വലിയൊരു തർക്കം ബിൽറ്റിയായിട്ട് ഇന്റർനാഷണൽ തർക്കം വരെ നടന്ന, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവിടെ ഈ 7ാം സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത വ്യക്തി അനുമോൾ തന്നെയാണ്. അപ്പൊ കണ്ടന്റ് കൊടുത്ത അത് ഞാൻ യോജിക്കുന്നില്ല. അത് ആരാണ്? അങ്ങനെയാണെങ്കിൽ മറ്റാരാണെന്നാ? അനീഷില്ലേ? അനീഷ് തുടക്കം 1ാം ദിവസം തൊട്ട് കണ്ടന്റ് കൊടുത്ത ഒരേ ഒരു മനുഷ്യൻ, സീസൺ 7 ശ്രദ്ധിക്കപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ അനീഷല്ലേ. അനുമോളെ കൊണ്ടല്ല ശ്രദ്ധിക്കപ്പെട്ടത്. അല്ല, അനുമോൾ ഓൾറെഡി ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് അനീഷിന് പ്രാധാന്യം കിട്ടിയത്. പക്ഷെ അനീഷിന് ഒരു കോമണർ എന്ന രീതിയിൽ ഞാൻ അംഗീകരിക്കുന്നേ ഇല്ല. അനീഷിന് കോമണറെക്കാളും അടിപൊളിയായിട്ട് അയാൾ കളിച്ചവിടെ. എന്താണ് അയാൾ കളിച്ചത്? എന്താണ്? ഞാനെന്തിനാ പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ട. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത്, അതായത് അനുമോൾ ഉണ്ടാക്കിയ കണ്ടന്റുകളിൽ ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപാട് കണ്ടന്റുകളുണ്ട്. അനീഷിന്റെ കണ്ടന്റ് നിങ്ങൾ ഓർക്കുന്നില്ലെന്നാണ്? അനീഷിന്റെ ആകെ എനിക്ക് രേണുസുധിയുടെ ഒരൊറ്റ കണ്ടന്റ് ഓർക്കുന്നുള്ളൂ. നിങ്ങൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടന്റ് അല്ലാതെ എനിക്ക് അനീഷിന്റെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന അനീഷിൻ, പിന്നെ ഇവർ തമ്മിലുള്ള ഈ അനുമോളുടെ കണ്ടന്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അനുമോളിന്റെ കരച്ചിൽ മാത്രമേ എനിക്ക് എപ്പോഴും ഓർമ്മ വരുള്ളൂ. അനുമോളിന്റെ പ്ലാച്ചി അതൊരു കണ്ടന്റ് ആയിരുന്നു. അത് അനുമോൾക്ക് മാത്രം കിട്ടിയ ഒരു സ്പെഷ്യൽ തിങ് ആണ്, യുനോ. അപ്പൊ അത് കണ്ടന്റ് അല്ലേ? പ്ലാച്ചി ഒരു കണ്ടന്റ് അല്ലായിരുന്നോ? പ്ലാച്ചി കണ്ടന്റ് ഉണ്ടാക്കിയത് അവിടുത്തെ കണ്ടസ്റ്റൻസ് അല്ലേ അത് കണ്ടന്റ് ആക്കി. അത് കണ്ടന്റ്. അനുമോൾ എങ്ങനെയാ കണ്ടന്റ് ആയത്? പ്ലാച്ചിക്ക് കൊടുക്കണം അപ്പൊ സമ്മാനം. ഷിയാസ്കരിയും വന്നത് വലിച്ചെറിഞ്ഞതും അതിനുശേഷം തിരിച്ചു കൊടുത്തതും ഇതൊക്കെ മൊമെന്റ്സ് ആണ്. നല്ല മൊമെന്റ്സുകളിൽ പെടുന്നതാണിത്. അതുപോലെ ഈ പ്ലാച്ചിയുടെ ഒക്കെ, അതായത് ജനങ്ങൾ ഏറ്റെടുത്തല്ലോ സാധനം, അത് കൂടുതൽ ജനങ്ങളിലേക്ക് റീച്ച് ആയില്ലേ? അങ്ങനെ റീച്ച് ആകുന്നതാണല്ലോ കണ്ടന്റ്. അങ്ങനെ റീച്ച് ആകുന്നതിനാണല്ലോ നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്നത്. ഞാൻ പറയാം. അനുമോള് നീ ചോദിച്ചല്ലോ, അനുമോള് കളിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അനുമോള് കരച്ചിൽ നാടകം അവിടെ കളിച്ചിട്ടുണ്ട്. അനുമോള് തുടക്കം തൊട്ട് ആക്ട്രസ് ആയിരുന്നു. അനുമോളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അനുമോൾ എന്താ കരച്ചിൽ നാടകം നേരിട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയാം. നേരിട്ട് കാര്യം ഞാൻ ഈ പറയുന്നത്. വേറൊരു കാര്യം ഞാൻ പറയാം. അനുമോൾ അവിടെ പിന്നെ പാചകം ചെയ്യുന്നുണ്ട്. അപ്പോൾ പാചകത്തിന്റെ ഇത് വെച്ചിട്ട് അനുമോളെ ഒരുപാട് ചീത്ത, അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ വഴക്കാണെന്നിരിക്കുന്നത്. 99% വഴക്ക് അടുക്കളയിലാണ്. ഈ പ്രാവശ്യം സീസൺ 7 വഴക്ക് കളവെന്ന് പറഞ്ഞ അടുക്കളയായിരുന്നു. ഉള്ളിക്കും സവോളയ്ക്കും അവിടെ ആകെ കിട്ടുന്ന പരിപ്പും ചപ്പാത്തി മാത്രമാണ്. അതിന് തന്നെ ഇടിയ അവിടെ പരിപ്പ് ദാൽ. അപ്പോ ഇത് അനുമോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ചുറ്റിനും ആൾക്കാർ മറ്റേ ഈച്ചകളെ പോലെ നിന്ന് ഇങ്ങനെ കറമുറ പറഞ്ഞ് ട്രിഗർ ആക്കും. അനുമോൾ ട്രിഗർ. അപ്പൊ അനുമോൾ ഉടനെ കണ്ണുനീർത്തുള്ളികൾ പൊഴിച്ച് അതിനകത്ത് വീഴും. എന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ കഴിച്ചു വിളിച്ച് കരച്ചിലോട് കരച്ചില്, ഒന്നും മിണ്ടത്തില്ല. എല്ലാവർക്കും കൊണ്ടുപോയി കഴിക്കുക. എന്ന് വെച്ചാൽ പ്രായി കൊണ്ട് തരുന്ന പോലെ കൊഴുക്കി ആ രീതിയിലാണ് അനുമോൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും പാവം. ഞാൻ കിച്ചണിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കഷ്ടം, എന്തിനാണ് ഉണ്ടാക്കി തരുന്ന ആ കൊച്ചിന്റെ കണ്ണീര് അതിനകത്ത് വീഴിപ്പിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ അവളെന്താ, അവള് നീയൊക്കെ കഴിക്കണോ, നിന്നെയൊക്കെ ഞാൻ പ്രാഗിക്കൊല്ലും. പ്രാകുന്ന ഒരു കണ്ടന്റ് എനിക്ക് ഈ സീസണിൽ മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റേ അക്ബറിനോട് പറഞ്ഞാൽ നീയൊക്കെ അനുഭവിക്കോടാ, നീയൊക്കെ പെടുകളോ ചെയ്ത് നീയൊക്കെ അനുഭവിക്കോടാ, നീ ഇത് ഒരുപോലത്തെ കൂടെ പിടിക്കത്തില്ല. ഇതൊക്കെയാണോ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്? ഈ ആദില നൂറയ്ക്ക് ആദിലയുടെ തോന്നലുകളാണ് മിക്കപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോ നെവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ആദിലയുടെ തോന്നലാണ്. ഇപ്പൊ ജിസേൽ മറ്റേ എന്താ പറയുന്നത് ആര്യൻ വിഷയം, അതും തോന്നലുകളാണ്. സോ അങ്ങനെ പല തോന്നലുകളവിടെ മാനിപ്പുലേറ്റഡ് ആയി ചെല്ലുന്നത് കൊണ്ടാണ് അവിടെ തർക്കം. അതായത് ആദിലയുടെ ഒരു പ്രശ്നം വെച്ചാൽ ആദില തർക്കിക്കും, നല്ല ഭാഷയിൽ തർക്കിച്ചിട്ട് അത് റിയൽ ആയിട്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കും. അപ്പൊ എന്റെ കേസിൽ ഇത് പുറത്ത് വന്നപ്പോൾ ഞാനത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത് ഭയങ്കര വിഷയമായി പോയി. പുറത്തിരുന്നു ഇവര് പുറത്തിറങ്ങാതെ എനിക്കത് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അകത്ത് കയറണം. അതുകൊണ്ടാണ് ഞാൻ അകത്ത് കയറി. അപ്പൊ അതുപോലെ ഞാൻ സമ്മർദ്ദത്തില്ല. ഇങ്ങനെ ഇതൊന്നും ആരോടെങ്കിലും ഒന്ന് പറയണ്ട, ഇത് എത്ര പേരിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഓർത്ത് എന്നോട് അങ്ങനെ ആരും പേഴ്സണലി ചോദിച്ചിട്ടുള്ളൂ. ഇത് ശരീരിച്ച് എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, പക്ഷെ ഞങ്ങളാരും ഇത് കണ്ടിട്ടില്ല അങ്ങനെ ഒന്നും പറഞ്ഞു. അപ്പൊ എനിക്കിപ്പോഴും അവർക്ക് അങ്ങനെ ഈ ആദിലയുടെ തോന്നലുകളെ കുറിച്ച് എനിക്ക് അപ്പൊ ആദില എന്നോടൊന്ന് സോറി പറഞ്ഞു. ഇങ്ങനെ ചേച്ചി ക്ഷമിക്കണോട്ടാ, അവള് ആ ഒരു കാര്യത്തിൽ വിനയം കാണിച്ചു രണ്ടുപേരും. ചേച്ചി ക്ഷമിക്കണോട്ടാ, ഞങ്ങള് തോന്നിപ്പോയി അങ്ങനെ ചേച്ചി, അതാണ് സംഭവിച്ചത്. അപ്പോഴും എനിക്ക് തിരിച്ച് അവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമേ ഉള്ളൂ. അനുമോൾ പട്ട ഗേൾസ്, അനുമോൾ ആദില നൂറ പ്യോർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അനുമോൾ അങ്ങനെയല്ല. അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അവർ കൂടെ കിടക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു. ഇതിൽ നമുക്കും തോന്നിക്കൂടെ? ഇവർക്ക് ഇങ്ങനെ ഒരു പരസ്പരം ആദില നൂറയ്ക്ക് മാത്രം പരസ്പരം പ്രണയിക്കണമെന്ന് എഗ്രിമെന്റ് വെച്ചിട്ടൊന്നുമില്ല, എല്ലാവരും മനുഷ്യരല്ലേ. സോ അങ്ങനെ നമുക്ക് അവിടെ അലിഗേഷൻ ഉണ്ടാക്കാം. എനിക്കും എൻ്റെ ചാനലിരുന്ന് പറയാമല്ലോ. ഇപ്പൊ ആദില അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അല്ലെങ്കിൽ അനുമോൾ ആദില ഉമ്മ വയ്ക്കുന്നു. നമ്മളവരെ എങ്ങനെയാണ് കണ്ടത്? പ്യോർ ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ തോന്നലുകൾ, ഇങ്ങനെയുള്ള വൃത്തികെട്ട തോന്നലുകൾ നമുക്കുള്ളിലേക്ക് വരാത്ത എന്തുകൊണ്ട്?
നമ്മൾ അങ്ങനെ ആ ഒരു കണ്ണുകൊണ്ട് കാണാത്തതുകൊണ്ടാണ്. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഉമ്മ കൊടുക്കുന്നതും അല്ലാത്തൊരു ഉമ്മ കൊടുക്കുന്നതും നമുക്ക് അറിയാം. അപ്പോൾ ആ തോന്നലിനെ ഞാൻ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റഡ് ആയിട്ടില്ല എങ്കിലും ഞാൻ പറയുകയാണ്, ഞങ്ങൾക്കും തോന്നൽ, എനിക്കും തോന്നലുണ്ടാവാം. എനിക്കും വേണമെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കാം, എനിക്ക് റീൽസ് ഇടാം, റീൽസ് ഇട്ട് കളിച്ച് മെഴുകാം. കണ്ടില്ലേ അനുമോളെ ഉമ്മ അതിലോ ലെസ്ബിയൻ, പ്യോർ ലെസ്ബിയൻ ആണ്. വൈ? അത് അനുമോളെ ടെംപ്റ്റ് ചെയ്യിക്കുകയാണ് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഗെയിമിന്റെ ഭാഗമായിട്ട് അവളെ അതിലേക്ക് വലിച്ചിടാന്ന് എനിക്ക് പറഞ്ഞുകൂടെ? ഞാനതൊരു ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ തോന്നലുകൾ കൺട്രോൾ ചെയ്യുക ആരായാലും, അത് ഗെയിമിലായാലും പുറത്തായാലും, അത്രേ ഉള്ളൂ. അതുപോലെ ചേച്ചി, അപ്പോൾ നമുക്ക് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ഏകദേശം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എല്ലാവരെയും തന്നെ അത്യാവശ്യം ചർച്ച ചെയ്തു. പുറത്തു വന്ന് ആദ്യത്തെ ദിവസം തൊട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ചേച്ചി നിന്ന സമയം വരെയുള്ള കാര്യങ്ങൾ ചേച്ചി സംസാരിച്ചു. അതിന് ശേഷം നടന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് പേഴ്സണൽ രണ്ട് ക്വസ്റ്റ്യൻസ്. ചേച്ചി ട്രിഗർ ആവരുത്, മാന്യമായിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ്. മാന്യത ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും. തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ചോദിക്കുള്ളൂ, അറിയത്തില്ലേ? കാലം കുറെ ആയാലോ അതിനെ കാണാൻ. അതുകൊണ്ട് ചെറിയ ഡൗട്ട് ഉണ്ടല്ലേ? നല്ല ഡൗട്ടുണ്ട് എനിക്ക്. എന്നാലും ഞാൻ ചോദിക്കാം. അതായത് ചേച്ചി ഈ നമ്മൾ പറയുമല്ലോ, ഈ വന്ന വഴി മറക്കരുത് എന്ന് പറഞ്ഞ് ചേച്ചി കേട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ അങ്ങനെ വന്ന വഴിയൊന്നും മറന്നിട്ടില്ലല്ലോ. അല്ല, പക്ഷെ ചേച്ചി ഹോട്ട് സീറ്റ് ഒഴിവാക്കി എന്നൊരു പൊതുവെ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. അത് ഞാൻ വന്ന വഴി മറന്നു. ഞാൻ പറഞ്ഞു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ട് സീറ്റിൽ ഞാൻ വന്ന വഴി മറന്നിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ അതിനകത്ത് ഞാൻ സഹിച്ചിട്ടുണ്ട്. ഈ ഹോട്ട് സീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി, നമ്മുടെ വ്യക്തിത്വം ഇതെല്ലാം മറന്നുകൊണ്ട്, നമ്മുടെ ഇമേജ് മറന്നുകൊണ്ട് ഞാൻ ചെയ്തൊരു ഷോ ആണ്. അതായത് ഞാനിന്ന് ഹാപ്പിയാണ്. ഹോട്ട് സീറ്റ് ചെയ്ത ആ 1.5 വർഷക്കാലം അല്ലെങ്കിൽ 1 വർഷക്കാലം അതിനുവേണ്ടി ശാരികയെ പൂർണ്ണമായും ഞാൻ ആ ചാനലിന് കൊടുത്തതാണ്, അല്ലെങ്കിൽ ആ ഷോയ്ക്ക് കൊടുത്തതാണ്. അതിൽ ഞാനൊരു 15 ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 13 മില്യൺ അടിച്ച്, മില്യനല്ല 3-4 മില്യൺ അടിച്ച്, ഇന്നും മില്യൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഷോ ആണ്. അവര് എന്നെ അപ്പൂസ് ആഘോഷത്തിന് 2 മില്യൺ ആയ ആഘോഷത്തിന് വിളിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞത് ഞങ്ങളുടെ മില്യണിലേക്ക് എത്താൻ വലിയൊരു ഒരു എന്താ കണ്ടന്റ് ചേച്ചിയാണ് തന്നിരിക്കുന്നത്, ചേച്ചി ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞത്. അവർ ഹോട്ട് സീസൺ 2.0 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെയാണ് ആദ്യം സമീപിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേയ്മെന്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് വേറൊന്നുമല്ല, എനിക്കറിയാം ഞാൻ ബിഗ് ബോസിന് കയറുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നിന്റെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, നമ്മുടെ ചാനലിന്റെ മെയിൻസ്കേപ്പില് ഷിബിൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആങ്കറുമായിട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ തൊട്ട് മുമ്പ് വരെ ഞാൻ ഇതാണ്, ശാരിക എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ് എന്ന് മാറി തുടങ്ങിയിരുന്നു. ആൾക്കാരുടെ ഹൃദയത്തിൽ അങ്ങനെ അത് അച്ചടിച്ച്, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, സ്റ്റാമ്പിങ് ആയി തുടങ്ങിയിരുന്നു. ശാരിക എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ്, അവള് പിന്നെ ഇങ്ങനെയാണ് അവളുടെ സ്വഭാവം. ഇന്റർവ്യൂവിന് ശേഷമാണ് സത്യം ലൈഫ് സ്റ്റോറി പറഞ്ഞതിന് ശേഷം ആൾക്കാർ ഞെട്ടി. അത് പോസിറ്റീവായി, അതൊരു വലിയ പടി നീട്ടും. അത് ഞാൻ നിങ്ങളോട് ഇപ്പോഴും ഞാൻ ഹൃദയത്തിൽ നന്ദി പറയുന്നു. അത് ഒരുപാട് സംശയിച്ചാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത്, ഇന്റർവ്യൂ തന്നത് എനിക്ക് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയതിനു ശേഷം. പക്ഷെ അത് വലിയൊരു മൈൽ സ്റ്റോൺ ആയി. അതിനുശേഷം ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, ബിഗ് ബോസിൽ പോകുമ്പോൾ യഥാർത്ഥ ശാരികയായിട്ട് അവിടെ നിൽക്കണം. കാരണം എന്റെ ജീവിതം എന്ന് പറയുന്നത് മീഡിയ ആയിട്ട് കണക്റ്റഡ് ആണ്. ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ നല്ലൊരു ഷോയോ, അത് സാറ്റലൈറ്റ് ചാനലിലായാലും ഓൺലൈൻ മീഡിയയിലായാലും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന, ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മീഡിയ വെറും ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ അറിയാലോ നിനക്ക്, എന്റെ ആഗ്രഹം ലോയർ ആകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എനിക്ക് വേണ്ടി പോരാടണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയല്ല ഒരിക്കലും. ഞാൻ നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച, ശശി തരൂരിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ആ ഞാനാണ് ഹോട്ട് സീറ്റ് വന്ന് കിടന്ന് മെഴുകിയത്. അപ്പോൾ എന്റെ ക്യാരക്ടർ അസാസിനേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കുടുംബക്കാരെ മുഴുവൻ പറയുന്നു, രേണു സുധിയെ പറഞ്ഞതിന് എന്നെ അങ്ങനെ അങ്ങ് എയറിൽ കയറ്റുന്നു. എയറിൽ കയറ്റെന്ന് പറഞ്ഞാൽ പറയാനൊന്നുമില്ല, സൈബർ ബുള്ളിങ്ങിന്റെ അങ്ങേ അറ്റം. അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഞാൻ യഥാർത്ഥ ശാരികയാണെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ നീ എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ടൊരു ആൻസർ പറയുവാണ്. നിങ്ങൾ അവിടെ എന്ത് കളിയാണ് കളിച്ചത്? എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, ശാരിക ബിഗ് ബോസിൽ ഇപ്പോൾ എന്ത് കളിച്ചു? നിങ്ങൾ കളി ആഗ്രഹിച്ച എന്റെ ഹോട്ട് സീറ്റ് ശാരികയായിട്ട് കാണാൻ ആഗ്രഹിച്ച, ഇവൻ ബിഗ് ബോസ് പോലും ആഗ്രഹിച്ചത് എന്നെ ഹോട്ട് സീറ്റ് ശാരികയായിട്ടാണ്.